ഹലോ, എല്ലാവർക്കും സുഖം തന്നെയല്ലേ? എല്ലാവരും സന്തോഷവും സമാധാനവുമായിട്ടിരിക്കുക കേട്ടോ. ഞാൻ ഇന്നൊരു പുഡിങ്ങിൻ്റെ റെസിപ്പി ആയിട്ടാണ് വന്നേക്കുന്നത്. നല്ല ടേസ്റ്റി എന്ന് വെച്ചാൽ നല്ല അടിപൊളി ടേസ്റ്റി ആയിട്ടും ഈസി ആയിട്ടും വീട്ടിൽ തന്നെ ഉണ്ടാക്കാൻ പറ്റുന്ന, പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന നല്ലൊരു കിടിലൻ റെസിപ്പി ആയിട്ടാണ് വന്നേക്കുന്നത്. ആദ്യം വളരെ കുറച്ച് ഇൻഗ്രീഡിയൻസ് മാത്രം മതി കേട്ടോ. ആദ്യം ഒരു ബൗളെടുത്തിട്ട് അതിലേക്ക് തിളപ്പിച്ച് ചെറിയ ചൂടോടുള്ളൊരു പാൽ ഒഴിച്ചു കൊടുക്കുക. 1 ഗ്ലാസോളം മതിയാകും. ചെറു ചൂടോടുള്ള പാലാണ്. മധുരത്തിന് വേണ്ടി ഞാൻ കണ്ടൻസ്ഡ് മിൽക്കാണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. അപ്പം നല്ലൊരു ടേസ്റ്റ് കിട്ടും. കണ്ടൻസ്ഡ് മിൽക്ക് കൂടെ ആഡ് ചെയ്തതിന് ശേഷം അത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. പഞ്ചസാരയോ തേനോ ആഡ് ചെയ്ത് കൊടുക്കുക കേട്ടോ. ഞാൻ കണ്ടൻസ്ഡ് മിൽക്ക് ആഡ് ചെയ്തത് നല്ലൊരു ടേസ്റ്റ് കിട്ടാൻ വേണ്ടിയിട്ടാണ്. പിന്നെ ഫ്ലേവറിന് കുറച്ച് വാനില എസൻസാണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. വാനില എസൻസ് ആഡ് ചെയ്യുമ്പോൾ നല്ലൊരു ഫ്ലേവർ കിട്ടും. അതിന് ശേഷം നമ്മൾ കേക്കൊന്നും ഉണ്ടാക്കാൻ നിൽക്കണ്ട. അതല്ലാതെ നമ്മൾ കടയിൽ നിന്ന് വാങ്ങി ഇതുപോലത്തെ കേക്ക് ഉണ്ടല്ലോ, ഈ കേക്കാണെങ്കിൽ സത്യം പറഞ്ഞാൽ നല്ല ഡ്രൈ ആയിരുന്നു, കഴിക്കാൻ ഒരു ടേസ്റ്റും ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് ഞാൻ ഇങ്ങനെ ഒരു റെസിപ്പി ഉണ്ടാക്കാമെന്ന് തന്നെ വിചാരിച്ചത് ഈ കേക്ക് കാരണമാണ് കേട്ടോ. ഒട്ടും ടേസ്റ്റ് ഇല്ലായിരുന്നു, പിന്നെ ഭയങ്കര ഡ്രൈയും ആയിരുന്നു. അപ്പം ഞാൻ പുഡിങ് ഉണ്ടാക്കിയാലോ എന്ന് ആലോചിച്ചു. അപ്പം ഞാൻ ഓരോ കേക്കിൻ്റെ പീസായിട്ട് ഒന്ന് വെച്ച് കൊടുക്കുന്നുണ്ട്. ആ ബൗള് കറക്റ്റ് ഫില്ല് ചെയ്യുന്ന പോലെ കേക്കെല്ലാം ഞാൻ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി അതിലേക്ക് നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ച പാലും മിൽക്ക് മെയ്ഡിൻ്റെ മിക്സർ ഉണ്ടല്ലോ, അത് അതിൻ്റെ മുകളിലായിട്ട് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അത് ഒഴിച്ചു കൊടുക്കുമ്പോഴത്തേക്കും കേക്ക് നന്നായിട്ട് സോഫ്റ്റ് ആവും. കുറച്ച് നേരം ഫ്രിഡ്ജിലൊന്ന് വെച്ച് കഴിയുമ്പോഴത്തേക്കും നല്ല സോഫ്റ്റായിട്ട് കുതിർന്ന് വരും. അപ്പം നമുക്ക് സോഫ്റ്റായിട്ട് സ്പൂണ് വെച്ച് കോരി കഴിക്കുന്ന പോലെ കിട്ടും. അപ്പം ഞാൻ കുറച്ച് പാലെടുത്തിട്ട് ആ കേക്കിൻ്റെ മുകളിലായിട്ട് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് ബാക്കി വന്ന കുറച്ച് കേക്കും കൂടെ ഒന്ന് ഫില്ല് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ശരിക്കും ഇങ്ങനെ ചെയ്യുമ്പം ഇതിനകത്ത് നല്ല ഫ്ലേവർഫുള്ളായിട്ട് വാനില എസൻസും എല്ലാം ആഡ് ചെയ്ത് ചെയ്യുമ്പോഴത്തേക്കും നമുക്ക് നല്ലൊരു ടേസ്റ്റാണ് ഈ പുഡിങ് കഴിക്കാനായിട്ട്. ശരിക്കും അപ്പം എന്താ, ഞാൻ കേക്കെല്ലാം നല്ല രീതിയിൽ ആ ബൗളിൽ ഫില്ല് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി അതിലേക്ക് ബാക്കി വന്ന പാൽ ഒന്നുകൂടെ ഒഴിച്ചു കൊടുക്കുകയാണ്. നന്നായിട്ടൊന്ന് സോഫ്റ്റായി കിട്ടും. ആ പാൽ മുഴുവനായിട്ട് ഞാൻ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇനി അതിലേക്ക് നമുക്ക് കുറച്ച് ക്രീം ആഡ് ചെയ്യാം. ക്രീം എന്ന് പറയുമ്പോൾ ഫ്രഷ് ക്രീമാണ് ഞാൻ എടുത്തേക്കുന്നത്, വിപ്പിംഗ് ക്രീമല്ല, ഫ്രഷ് ക്രീമാണ് എടുത്തേക്കുന്നത്. ഫ്രഷ് ക്രീം ഞാനൊരു ബൗളിലോട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് അതിലേക്ക് നമ്മളിനി മധുരത്തിന് വേണ്ടിയിട്ട് കണ്ടൻസ്ഡ് മിൽക്ക് തന്നെയാണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. തേനോ പഞ്ചസാരയോ എന്ത് വേണേലും ആഡ് ചെയ്യാം. കണ്ടൻസ്ഡ് മിൽക്കാണ് ആഡ് ചെയ്യുന്നത്. അപ്പോൾ നല്ലൊരു ടേസ്റ്റിന് വേണ്ടിയിട്ടാണ്. വിപ്പിംഗ് ക്രീം ആഡ് ചെയ്യുകയാണെങ്കിൽ ഒന്നുകൂടെ നല്ലതായിരിക്കും. ഇപ്പോൾ എൻ്റെ കയ്യിൽ ഫ്രഷ് ക്രീം ഇരുന്നത് കൊണ്ട് ഞാൻ ജസ്റ്റ് ട്രൈ ചെയ്ത് നോക്കിയതാണ്. പക്ഷേ നല്ല ടേസ്റ്റാണ്. വിപ്പിംഗ് ക്രീം ചേർക്കുന്നത് പോലെ തന്നെ ഫ്രഷ് ക്രീമിന് നല്ലൊരു ടേസ്റ്റാണ്. ഈ കണ്ടൻസ്ഡ് മിൽക്ക് കൂടെ ഞാൻ ആ കേക്കിൻ്റെ മുകളിൽ ഇങ്ങനെ കുറച്ച് മധുരത്തിന് വേണ്ടിയിട്ട് ഇങ്ങനെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. നമ്മൾ വിപ്പിംഗ് ക്രീം എടുക്കുകയാണെങ്കിൽ അത് ബീറ്റ് ചെയ്യണം, അങ്ങനെ പല പ്രോസസ്സ് ഉണ്ടല്ലോ. അതല്ലാതെ ഈ ഫ്രഷ് ക്രീം മാത്രം വെച്ച് ചെയ്യുമ്പോൾ നമുക്ക് ഈസിയാണ്. പക്ഷേ ടേസ്റ്റിന് യാതൊരു വ്യത്യാസമില്ല കേട്ടോ. വേറൊരു നല്ലൊരു ടേസ്റ്റി പുഡിങ്ങാണിത്. അപ്പോൾ ഞാൻ എന്താ വിപ്പിംഗ് ക്രീമും കണ്ടൻസ്ഡ് മിൽക്കും മിക്സ് ചെയ്തത് ഞാൻ ആ കേക്കിൻ്റെ മുകളിലോട്ട് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. നല്ല രീതിയിൽ ആ കേക്ക് ഫുള്ളൊന്ന് കവറായി കിട്ടുന്നത് പോലെ നന്നായിട്ടൊന്ന് അതിൻ്റെ മുകളിൽ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പം നമ്മൾ ഇതിനെയും ഒരു അരമണിക്കൂറോ മാക്സിമം 1 മണിക്കൂറോ എത്ര മണിക്കൂർ വെച്ചാലും ഫ്രിഡ്ജിൽ വെക്കുകയാണെങ്കിൽ ഇത് നല്ല മോയ്സ്ചറായിട്ട് കിട്ടും. നല്ല കുതിർന്ന നല്ല പഞ്ഞി പോലെ നമുക്ക് കഴിക്കാൻ പറ്റും. എത്രത്തോളം നമ്മൾ കൂടുതൽ വെക്കുന്നോ അത്രയും നല്ല സോഫ്റ്റായിട്ട് നമുക്ക് പുഡിങ് കഴിക്കാൻ പറ്റും. പിന്നെ ഡെക്കറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ പോമഗ്രാനൈറ്റാണ് എടുക്കുന്നത്. അത് ഡെക്കറേഷന് വേണ്ടി സൈഡിലായിട്ട് ഇങ്ങനെ വെച്ച് കൊടുക്കുന്നുണ്ട്. ഞാനിത് ഇവിടെ തയ്യാറാക്കുമ്പോഴത്തേക്കും ഇത് കഴിക്കാനുള്ള ആൾക്കാരെല്ലാം റെഡി ആയിക്കഴിഞ്ഞു കേട്ടോ. സൈഡിൽ ഇങ്ങനെ ചെറുതായിട്ട് കൈയൊക്കെ കാണുന്നോന്ന് തോന്നുന്നല്ലേ. നല്ല രീതിയിൽ കഴിക്കാൻ ആൾ റെഡി ആയിട്ട് നിൽക്കുവാണ്. എൻ്റെ മകനാണ്. അവൻ പുഡിങ് ഇങ്ങനെ സ്വീറ്റായിട്ടൊക്കെ കുട്ടികൾക്ക് ഇഷ്ടമാണല്ലോ, പിന്നെ ഇവിടുത്തെ കാര്യം പറയണ്ടല്ലോ. അങ്ങനെ അതാ പുഡിങ്ങിൻ്റെ ഡെക്കറേഷൻ വർക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഡെക്കറേഷനൊക്കെ കഴിഞ്ഞ് ഫ്രിഡ്ജിലൊന്ന് സെറ്റ് ചെയ്യാൻ വെച്ചിട്ട് എടുക്കുകയാണെങ്കിൽ നല്ല ടേസ്റ്റി പുഡിങ് റെഡി ആയിട്ടുണ്ട് കേട്ടോ. എല്ലാവരും റെസിപ്പി ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. എൻ്റെ വീഡിയോ ഒന്ന് ഇഷ്ടപ്പെടുവാണെങ്കിൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ, ഹൈപ്പ് ചെയ്യണേ. കമൻറ്റൊക്കെ കമൻറ്റിലൂടെ അറിയിക്കും.